ഹലോ എവരി വൺ, ടുഡേ ക്ലാസ് ഇസ് തെർമോഡൈനാമിക് ഫങ്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെൽ റിലേഷൻസ് നോക്കി, അപ്ലിക്കേഷൻ ഓഫ് മാക്സ്വെൽ റിലേഷനും പറഞ്ഞു. എന്താണ് മാക്സ്വെൽ റിലേഷൻ്റെ അപ്ലിക്കേഷന്? ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ. ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? മാക്സ്വെൽ റിലേഷൻ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്തെടുത്തു. എന്തായിരുന്നു ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ? dP/dt ഈസ് ഈക്വൽ ടു L/T ഇൻറ്റു V2 മൈനസ് V1. L എന്ന് പറഞ്ഞാൽ ലാറ്റൻ ഹീറ്റാണ്, T ടെമ്പറേച്ചറാണ്, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം. നമ്മൾ ഈ ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ്റെ അപ്ലിക്കേഷനാണ് പറഞ്ഞത്. രണ്ട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഓൺ ദ മെൽറ്റിംഗ് പോയിൻറ്റ്. പ്രഷറിലുണ്ടാകുന്ന ചേഞ്ച് മെൽറ്റിംഗ് പോയിൻറ്റിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഒരു സോളിഡ് എടുത്തു. ഈ സോളിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? വാട്ടറോ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ സോളിഡ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ വോളിയത്തിൽ ചേഞ്ച് വരുന്നുണ്ടാകും. രണ്ട് രീതിയിൽ വരാം. ഒന്നെന്താണ്? V2 ഇസ് ഗ്രേറ്റർ ദാൻ V1, മറ്റേത് V2 ഇസ് ലെസ് ദാൻ V1. ഫസ്റ്റ് കേസിൽ, അതായത് V2 ഇസ് ഗ്രേറ്റർ ദാൻ V1 എന്നാകുമ്പോൾ dP/dt എന്തായിരിക്കും? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം dP/dtയിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നുണ്ട്? V2 മൈനസ് V1 വരുന്നുണ്ട്. V2 ഇസ് ഗ്രേറ്റർ ദാൻ V1 ആകുമ്പോൾ V2 മൈനസ് V1 ഇസ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ dP/dt എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ എന്താണ്? ഇസ് പോസിറ്റീവ്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ, മെൽറ്റിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് പറയുന്നത്. രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. V2 ഈസ് ലെസ് ദാൻ V1. V2 ഈസ് ലെസ് ദാൻ V1 ആകുമ്പോൾ V2 മൈനസ് V1 എന്തായിരിക്കും? ഇസ് നെഗറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ dP/dt എന്നുള്ളത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് വരിക. dP/dt നെഗറ്റീവ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതല്ലെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്താൽ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വൈസ് വേഴ്സ. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. നമ്മളൊക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. ഏത്? ഐസ് എന്ത് ചെയ്യാണ്? വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഐസ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ വോളിയം ചേഞ്ച് ചെയ്യും. എന്താണ്? വോളിയം ഓഫ് വാട്ടർ എന്നുള്ളത് ലെസ് ദാൻ വോളിയം ഓഫ് ഐസ് ആണ്. അപ്പം വോളിയം ഓഫ് വാട്ടർ ലെസ് ദാൻ വോളിയം ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ എന്താ വരുന്നത്? V2 ഇസ് ലെസ് ദാൻ V1. V2 ഇസ് ലെസ് ദാൻ V1 ആകുമ്പോൾ നെഗറ്റീവ്. dP/dt എന്താ വരിക? നെഗറ്റീവാണ് വരിക. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അവിടുത്തെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമൽ പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു പ്രഷർ എടുക്കുകയാണെങ്കിൽ ഐസ് എന്ത് ചെയ്യും? 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. അതാണ് പറഞ്ഞത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അപ്ലിക്കേഷൻ എടുക്കുകയാണ്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഓൺ ദ ബോയിലിംഗ് പോയിൻ്റ്. ബോയിലിംഗ് പോയിൻറ്റിൽ പ്രഷർ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബോയിലിംഗ് പോയിൻ്റ് എപ്പോഴാണ്? ലിക്വിഡ് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. ലിക്വിഡ് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസ് എടുത്തു. അപ്പോൾ V2 എന്നുള്ളത് എന്താണ്? വോളിയം ഓഫ് ഗ്യാസാണ്. ആൻഡ് V1 എന്നുള്ളത് എന്താണ്? വോളിയം ഓഫ് ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കറിയാം V2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കും. സോ V2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ V1 എന്ന് പറയുമ്പോൾ dP/dt എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ടുള്ള 76 സെൻറ്റിമീറ്റർ ഓഫ് Hg പ്രഷറിൽ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മളൊരു ലബോറട്ടറി എടുത്തു. ഈ ലബോറട്ടറിയിൽ പ്രഷർ എന്തായിരിക്കും? 76 സെൻറ്റിമീറ്ററിനേക്കാളും കുറവായിരിക്കും ലബോറട്ടറി പ്രഷർ. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇൻ ലബോറട്ടറി എന്തായിരിക്കും? ലെസ് ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കറിയാം പ്രഷർ കുക്കറിൻ്റെ കേസ്. പ്രഷർ കുക്കറിൻ്റെ കേസിൽ എന്താണ്? പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്നുള്ളത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇൻസൈഡ് ദ പ്രഷർ കുക്കർ ഹയ്യർ ആയിരിക്കും. സോ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ ബോയിലിംഗ് പോയിൻ്റ് എന്താണ്? കൂടുതലാണ്. കാരണം പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് എന്താണ്? മോറാണ്, കൂടുതലാണ്. ഇത്രയാണ് എന്ത് പറയുന്നത്? അപ്ലിക്കേഷൻ ഓഫ് ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് TdS ഇക്വേഷൻ നോക്കാം. നമ്മളിവിടെ ഇങ്ങനെ രണ്ട് TdS ഇക്വേഷനാണ് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. അതിന് ഫസ്റ്റ് TdS ഇക്വേഷൻ നോക്കാം.
ഫസ്റ്റ് TdS ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, പ്യൂർ സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി എന്നുള്ളത് ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണെന്നെടുത്തു. അതായത് എസ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് TV. എസ് ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്നെടുത്തു. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. നമ്മൾ മുന്നത്തെ കേസിലൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ലേ, വിത്ത് റെസ്പെക്ട് ടു T ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ V കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, വിത്ത് റെസ്പെക്ട് ടു V ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ T കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, DS ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു TT പ്ലസ് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV എന്ന് വരും. എന്നിട്ട് ഇതിനെ ത്രൂ ഔട്ട് T ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. T ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, TdS is equal to T into dou S by dou T at constant volume into dt plus T into dou S by dou V at constant temperature into dV എന്ന് വരും. ഇനി ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്, T into dou S by dou T at constant volume ആണ്. TdS എന്ന് പറഞ്ഞാൽ dQ അല്ലേ, അപ്പോൾ dQ by dt at constant volume. dQ by dt at constant volume എന്താണ്, സ്പെസിഫിക് ഹീറ്റ് at constant volume ആണ്, CV ആണ്. അപ്പോൾ അതിനെ നമുക്ക് CV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ടേമിൽ എന്തുണ്ട്, ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇതിനെ നമുക്ക് മാക്സ്വെൽ റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഇക്വേഷനാക്കി എഴുതാൻ പറ്റും. അതായത് തേർഡ് മാക്സ്വെൽ റിലേഷൻ എന്താണ്, ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇന്നലെ നമ്മൾ നോക്കിയില്ല ഒരു ഡിവൈസ്, ആ ഡിവൈസ് ഓർത്താൽ മതി. എന്തായിരുന്നു ഡിവൈസ്, ഒരു സർക്കിളിൻ്റെ മുകളിൽ T, അതിൻ്റെ ഏറ്റവും താഴെ S, സൈഡിലായിട്ട് ഒരു സൈഡിൽ V, ഒരു സൈഡിൽ P. അത് ആലോചിക്കുക എങ്ങനെയാണ്, TV സ്പെഷ്യൽ പ്രോഗ്രാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് എഴുതുക, TV സ്പെഷ്യൽ പ്രോഗ്രാം എന്ന്. 4 TVSP അങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒന്നുകിൽ T എന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ S എന്ന് സ്റ്റാർട്ട് ചെയ്യുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻ കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്, ഒരു ക്യൂബ് എടുത്തു, ക്യൂബിനെ നമ്മൾ ABCD കൊടുത്തു, അതിൽ A പൊസിഷനിൽ എന്തെഴുതാം, T ഓർ S. ഇവിടെ അങ്ങനെ എന്താ വന്നിട്ടുള്ളത്, ഡോ എസ് ബൈ ഡോ വി ആണ്, അതായത് ഇത് എസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ A പൊസിഷനിൽ S എഴുതാം. പിന്നെ ഡോ എസ് ബൈ ഡോ വി എന്നാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എസിൻ്റെ താഴെ എന്തായിരിക്കും, V ആയിരിക്കും. എസിൻ്റെ താഴെ ഇവിടെ അങ്ങനെ V വരണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ എസിൻ്റെ താഴെ V വരുള്ളൂ. സോ എന്ത് ചെയ്യുക, എസ് കഴിഞ്ഞാൽ പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്താ വരിക, P വരും. അപ്പോൾ B പൊസിഷനിൽ P എഴുതുക, പിന്നെ C പൊസിഷനിൽ T എഴുതുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാൻ പറ്റും, ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും എന്ത് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ TdS ഇക്വേഷൻ എന്താണ് വരിക, TdS ഇസ് ഈക്വൽ ടു CV dt പ്ലസ് T ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു DV. ഇതാണ് എന്ത്, ഫസ്റ്റ് TdS ഇക്വേഷൻ. ഇനി അടുത്തത് എന്ത് ചെയ്യുക, സെക്കൻഡ് TdS ഇക്വേഷന് ഡിറൈവ് ചെയ്യാണ്. അപ്പോൾ ഇത് സെയിം തന്നെയാണ്, ഓൺലി ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ എൻട്രോപ്പി എന്നുള്ളത് ഫങ്ഷൻ ഓഫ് T ആൻഡ് V ആണ് എടുത്തത്. ഇവിടെ എന്തെടുക്കുക, എൻട്രോപ്പി ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് T ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക, ഇവിടെ അങ്ങനെ T ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക ഇക്വേഷൻ, TdS ഇസ് ഈക്വൽ ടു T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു DT പ്ലസ് T ഇൻറ്റു ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു DP എന്നാണ് വരിക. അതിൽ T ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് നമുക്ക് എന്തെന്ന് എഴുതാം, CP എന്ന് എഴുതാം. അതെന്താണ്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. പിന്നെ സെക്കൻഡ് ടേമിൽ എന്ത് വരുന്നുണ്ട്, ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മാക്സ്വെൽ റിലേഷൻ എന്നാണ് കിട്ടുക. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡിവൈസ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും, ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ, നേരത്തെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് എടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവും എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു മൈനസ് സൈൻ വരും. എന്നിട്ട് അത് രണ്ടും എന്ത് ചെയ്തു, ആ TdS ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ TdS ഇക്വേഷൻ എന്തായിട്ട് വരും, TdS ഇസ് ഈക്വൽ ടു CP dt മൈനസ് T ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു DP. ഇതാണ് എന്ത്, സെക്കൻഡ് TdS ഇക്വേഷൻ. നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടി നോക്കാം, ചേഞ്ച് ഓഫ് ഫേസ്. ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ് എടുത്താൽ ആ ഒരു സബ്സ്റ്റൻസ് സോളിഡ്, ലിക്വിഡ്,
വേപ്പർ, ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. ഇനി സോളിഡ് ലിക്വിഡായിട്ട് മാറുക അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന ആ ഒരു ചേഞ്ചിനെയാണ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലോസ്ഡ് സിലിണ്ടർ എടുത്തു. ഈ ക്ലോസ്ഡ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ലിക്വിഡ് ഫേസും ഉണ്ട് വേപ്പർ ഫേസും ഉണ്ട്, സെയിം സബ്സ്റ്റൻസിൻ്റെ. അതേപോലെ തന്നെ അതെന്താണ്, ഇക്വിലിബ്രിയം പോയിൻറ്റിലാണ്. ഇക്വിലിബ്രിയം പോയിൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്, കോൺസ്റ്റൻറ്റുമാണ്, ഈക്വലാണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻറ്റും ഈക്വലും ആണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വോളിയം, എൻട്രോപ്പിയും ഇൻറ്റേർണൽ എനർജിയും ഗിബ്സ് ഫംഗ്ഷനൊക്കെ എന്തായിരിക്കും, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസും പിന്നെ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് വാല്യൂവും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ വോളിയം, എൻട്രോപ്പിയും ഇൻറ്റേർണൽ എനർജിയും ജിയൊക്കെ. അപ്പോൾ സപ്പോസ് നമ്മൾ എന്തെടുത്തു, ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് M1ഉം M2 ആണെന്ന് എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് വാല്യൂസ് G1ഉം G2 ആണെന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗിബ്സ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, M1G1 പ്ലസ് M2G2 ആയിരിക്കും. ആ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ ഗിബ്സ് പൊട്ടൻഷ്യൽ എന്നുള്ളത് എന്തായിരിക്കും, G is equal to M1G1 പ്ലസ് M2G2 ആയിരിക്കും. ഇനി നമ്മൾ അതിൽ വരുന്ന ഒരു സ്മോൾ ചേഞ്ച് കൺസിഡർ ചെയ്യുകയാണ്. സ്മോൾ ചേഞ്ച് കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ G കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഡെൽറ്റ G is equal to എന്താണ്, ഡെൽറ്റ M1G1 പ്ലസ് ഡെൽറ്റ M2G2 ആയിരിക്കും. നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നമ്മൾ എടുക്കുന്നത് എന്ന്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ DT ഈക്വൽ ടു 0 ആണ്, DP ഈക്വൽ ടു 0 ആണ്. അതായത് ഐസോകോറിക് ആൻഡ് ഐസോ തെർമൽ പ്രോസസ്സാണ് ഇവിടെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഐസോകോറിക് ആൻഡ് ഐസോ തെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ G എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. therefore എന്ത് വരും, ഡെൽറ്റ M1G1 പ്ലസ് ഡെൽറ്റ M2G2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതിന് നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ M1 ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ M2 എന്ന് പറയാം. അതുപോലെ തന്നെ G1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, G2 ആയിരിക്കും. അതായത് ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ഗിബ്സ് ഫംഗ്ഷൻ എന്നുള്ളത്, ഗിബ്സ് ഫംഗ്ഷൻ പെർ യൂണിറ്റ് മാസ് എന്നുള്ളത് രണ്ട് ഫേസും എന്താണ്, ഈക്വൽ ആണ് എന്നാണ് ഇതെന്ന് പറഞ്ഞത്. അതായത് G1 ഇസ് ഈക്വൽ ടു G2 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ തെർമോഡൈനാമിക് ഗിബ്സ് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് മാസ് എന്നുള്ളത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും രണ്ട് ഫേസിൻ്റെ. ഇനി ഇതിലെന്താ വരുന്നത്, ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ആണ് വരുന്നത്. എന്താണ് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ, the change of phase which takes place at constant temperature and pressure at which heat is either absorbed or evolved are called first order phase transition. അതായത് ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടെ അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫേസ് ചേഞ്ചാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. ഇവിടെ അങ്ങനെ ഗിബ്സ് ഫംഗ്ഷൻ എന്നുള്ളത് എന്തായിരിക്കും, ഇസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ ബോത്ത് ഫേസ്. അതിൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടു. ഗിബ്സ് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എൻട്രോപ്പിയും വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഫേസ് 1 നിന്ന് ഫേസ് 2ലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ 3 ഗ്രാഫിലും എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എന്ത് ചെയ്തു എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ എന്തടങ്ങിയിട്ടുണ്ട്, ലിക്വിഡ് ഉണ്ട്, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് വേപ്പർ ഉണ്ട് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ഐസോതെർമൽ ആൻഡ് ഐസോബാറിക് പ്രോസസ്സിൽ ഇവിടെ അങ്ങനെ ഗിബ്സ് ഫംഗ്ഷൻ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് G1 ഇസ് ഈക്വൽ ടു G2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചറും പ്രഷറും ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അതായത് നേരത്തെ നമ്മൾ എടുത്തത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെന്നാണ്, പക്ഷേ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്താണ് കാണുക എന്ന് നമുക്ക് നോക്കാം. ടെമ്പറേച്ചറിനെ എന്താക്കി മാറ്റി, T+DT ആക്കി ചേഞ്ച് ചെയ്തു. പ്രഷർ P+DP ആക്കി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഗിബ്സ് ഫംഗ്ഷനും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഗിബ്സ് ഫംഗ്ഷൻ G1 പ്ലസ് DG1 എന്ന് എന്തായിട്ട് മാറും, G2 പ്ലസ് DG2 ആയിട്ട് മാറും. നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, ഗിബ്സ് ഫംഗ്ഷന് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം, G1 പ്ലസ് DG1 ഇസ് ഈക്വൽ ടു G2 പ്ലസ് DG2 എന്ന് എഴുതാം. അതായത് G1 ഇസ് ഈക്വൽ ടു G2 ആണ്, അതുകൊണ്ട് തന്നെ DG1 ഇസ് ഈക്വൽ ടു DG2 ആയിരിക്കും. നമ്മൾ ജിക്ക് ഒരു ഇക്വേഷൻ എടുത്തിട്ടുണ്ട്, F+PV പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. ഈ എഫിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, U മൈനസ് TS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ G എന്തായിരിക്കും, U മൈനസ് TS പ്ലസ് PV. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, DG ഇസ് ഈക്വൽ ടു DU മൈനസ് TDS മൈനസ് SDT. അവിടെ അങ്ങനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. SDT പ്ലസ് PVക്കും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. PDV പ്ലസ് VDP എന്ന് വരും. ഇനി ഇതിൽ മൈനസ് TDS പ്ലസ് PDV ഉണ്ട്. അതിനെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് DU എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിലൊരു DU ഉണ്ട്, പിന്നെ നമ്മളൊരു മൈനസ് DU കൂടി വന്നാൽ അത് ക്യാൻസലായി പോകും.
അപ്പോൾ ഡി ജി ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും, മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി എന്ന് വരും. നമ്മൾ പറഞ്ഞു ഡി ജി വൺ ഇസ് ഈക്വൽ ടു ഡി ജി ടു ആണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് എസ് വൺ ഡി ടി പ്ലസ് വി വൺ ഡി പി ഇസ് ഈക്വൽ ടു മൈനസ് എസ് ടു ഡി ടി പ്ലസ് വി ടു ഡി പി എന്ന് വരും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും, എസ് വൺ മൈനസ് എസ് വൺ എസ് ടു ഡി ടീനെ എന്ത് ചെയ്യുക, എൽ എച്ച് എസ്ക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ എൽ എച്ച് എസ്സിന്ന് വി വൺ ഡി പി ആർ എച്ച് എസ്ക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ടു മൈനസ് എസ് വൺ ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ ഇൻറ്റു ഡി പി. അതായത് അവിടുന്ന് ഡി പി ബൈ ഡി ടി എന്ത് എഴുതാം, എസ് ടു മൈനസ് എസ് വൺ ബൈ വി ടു മൈനസ് വി വൺ. എസ് ടു മൈനസ് എസ് വൺ എന്താണ്, ഡി എസ് ആണ്. ഡി എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഡി ക്യൂ ബൈ ടി എന്ന് എഴുതാം. ഇവിടെ അങ്ങനെ ഡി ക്യൂ എന്നുള്ളത് എന്താണ്, ലാറ്റൻറ്റ് ഹീറ്റ് ആണ്. സോ ഡി ക്യൂക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തെന്ന് വരും, ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്ന് വരും. ഇതാണ് എന്ത്, ക്ലോഷ്യസ്-ക്ലാപെറോൺ ലാറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ കിട്ടി. പിന്നെ ഈ കേസിൽ ഇവിടെ അതിന് സ്പെസിഫിക് ഹീറ്റ് ഓഫ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷനും അതുപോലെ കംപ്രസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഇതിൽ വരുന്നത്. സി പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ആണ്. ഇവിടെ അതിന് ഡി ടി ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ അത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എന്താണ്, ഗാമ ഇസ് ഈക്വൽ ടു 1 ബൈ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ആണ്. ഡോ ടി ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ അതും ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. പിന്നെ കംപ്രസിബിലിറ്റി എന്താണ്, 1 ബൈ ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എന്താണ്, ഡോ പി ബൈ ഡോ വി ബൈ വി ആണ്. അതിൽ ഡോ വി എന്നുള്ളത് ഈക്വൽ ടു ഡോ വി എന്തായിരിക്കും, ഡോ പി എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ബൾക്ക് മോഡുലസ് ടെൻസ് ടു 0 ആണ്. പക്ഷേ കംപ്രസിബിലിറ്റി എന്താണ്, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്രസിബിലിറ്റി എന്ത് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. സോ ലെറ്റ് us wind up the class. Thank you.